ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുന്നത്ര പണിപ്പെടുന്നുണ്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും. CAA അടക്കം നിരവധി ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട് ഇടതുപക്ഷവും കോൺഗ്രസും. എന്നാലും വ്യക്തത വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് ആർക്കൊപ്പമായിരിക്കും ന്യൂനപക്ഷങ്ങളുടെ വോട്ടെന്ന്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി LDF ആണെന്നും LDF ഉള്ളത് കൊണ്ടാണ് ഇന്നും കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ അന്തസ്സോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്നതും എന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ ഇടതുപക്ഷം അഴിച്ചുവിടുമ്പോൾ അതിന് കൃത്യമായ താക്കീതാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി നൽകുന്നത്. ഇന്ന് പരസ്യം ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷം ഞങ്ങളില്ലായിരുന്നെങ്കിൽ 2ാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്ന് ഈ കണ്ണൂർക്കാരോടാണ് പറയുന്നത്. ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്ന് കുറുക്കം പറയാറ് കൂട്ടിലുള്ള കോഴിയോട്. ഞാനിവിടെ ഇല്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താവും ആലോചിച്ചിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. അതുപോലെ അതിലെ അവര് പറയുന്നത് ഇന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ തമാശ, ഇന്ത്യയിലെ ന്യൂനപക്ഷം ഞങ്ങളില്ലെങ്കിൽ 2ാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്നാ പരസ്യം ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാവരെയും, ഒരു ന്യൂനപക്ഷമല്ല എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോയി അവർക്ക് പ്രത്യേക സ്കീമുകള്, പദ്ധതികള്, അവരിൽ നിന്ന് ആളുകളെ വലിയ വലിയ സ്ഥാനത്തൊക്കെ കൊടുന്ന് ഇന്ത്യയുടെ മതേതരത്വം കൂട്ടിപ്പിടിച്ച് പോയ എല്ലാവരും ഒരുപോലെ കണ്ട ആ കോൺഗ്രസിനെ പറ്റൂല. ഞങ്ങള് ആണ് ഇവിടെ, ഞങ്ങളെ സൗജന്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന തരത്തിലാ പരസ്യം. വല്ലാത്തൊരു വർത്താനായി പോയി. അത് ആരോടാ പറയുന്നത്? കേരളത്തിലെ ആൾക്കാരോട്. കേരളത്തിൽ തന്നെ ആകെ അവരിഞ്ഞിപ്പോ ബാക്കിയുള്ളൂ. ഇപ്പൊ ഹയാത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് UDF തൂത്തുവാരിയ പിന്നെ കേരളത്തിലും ഇല്ലാത്തവരാണ് പറയുന്നത് ഞങ്ങളെ സൗജന്യത്തിലാണ്, ഞങ്ങള് 2ാം ക്ലാസ് പൗരന്മാരായി മാറുമായിരുന്നു ഞങ്ങളില്ലായിരുന്നെങ്കിലേ. പറയുമ്പോ കേട്ടാ ചിരിക്കണ വർത്തമാനം പറയരുത് എന്നേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഒരു കോമൺ സെൻസ് ഉള്ള കാര്യങ്ങൾ പറയണം എന്നേ പറയാനുള്ളൂ. LDF ഇല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരാണെന്ന് പറയുന്നതിനെ കൃത്യമായ രീതിയിൽ എതിർക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി. കോഴിക്കൂട്ടിൽ കിടക്കുന്ന കോഴിയോട് കുറുക്കൻ ഞാനില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന തരത്തിൽ പറയുന്നത് പോലെയാണ് LDF ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനെ പറ്റി പറയുന്നത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി കളിയാക്കി പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇടതുപക്ഷത്തിന് ആകെ ജയിക്കുവാൻ സാധിച്ചത് 10ൽ താഴെ സീറ്റുകളിലാണ്. അങ്ങനെ ഇന്ത്യയിൽ ഒട്ടാകെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ UDF ആകെയുള്ള സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുമ്പോൾ, അതായത് 2019 ആലപ്പുഴ കൂടി KC വേണുഗോപാലിനെ ഉപയോഗിച്ച് UDF പിടിച്ചെടുക്കുമ്പോൾ പിന്നെ കേരളത്തിലും ഇടതുപക്ഷം വട്ടപൂജ്യമായിരിക്കും. അതായത് സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കുവാൻ പോലും കഴിയാത്തൊരു പാർട്ടി എങ്ങനെയാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ പോവുക എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്ന ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നാൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ കഴിയില്ല എന്നും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തോടൊപ്പം